പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ രാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ, ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് RDP എന്ന ഒരു പാർട്ടി മാത്രമായിരുന്നു. അവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയാണത്രേ. എന്ത് റവല്യൂഷണറി, എന്ത് ഡെമോക്രസി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുള്ള ശിക്ഷ നിങ്ങൾ അവർക്ക് നൽകി കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ സെക്യുലർ പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ്, ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളുടെ പാർട്ടിയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ വർഗീയ പാർട്ടികളുണ്ടെന്ന് RDPക്കാർ ആരോപിക്കുന്നുണ്ട്. അത് തെറ്റാണ് സുഹൃത്തുക്കളെ. പിന്നെ വർഗീയ പാർട്ടി ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഞങ്ങളുടെ കൂടെ ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ കണ്ടിട്ടില്ല. അല്പസ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയതയാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കാണ്. പക്ഷേ RDPയുടെ കൂടെയുള്ളത് മുഴുവൻ വർഗീയ പാർട്ടികളാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാണ്, അഭ്യർത്ഥിക്കാണ്, അപേക്ഷിക്കാണ്. അതുപോലെ ഞങ്ങൾ അഴിമതിക്കാരാണെന്ന് പറയുന്നുണ്ട്. അല്ല സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ അഴിമതി എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഇവിടുത്തെ നല്ലവരായ മുതലാളിമാരിൽ നിന്ന് ധാരാളം പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത വിളിക്കുന്ന കേട്ടിട്ട് പലപ്പോഴും എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. പാവം മുതലാളിമാർ. എല്ലാത്തിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RDP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ. ഈ തെരഞ്ഞെടുപ്പിൽ INSP ജയിക്കുകയാണെങ്കിൽ അവരവരുടെ പാതി മീശെടുത്ത് കവലയിലൂടെ നടക്കുമെന്ന് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ, മീശ എടുക്കൂ, എടുക്കണ മീശ എന്ന് ഞാൻ ആജ്ഞാപിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവർ ജയിപ്പിക്കും. കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ചില്ലറ വല്ലതുണ്ടോ പരിപ്പുടക്കും ചായക്കും? എല്ലാം തീർന്നില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, പിന്നെ ഇവിടുന്ന കാശ്. എന്റെ അനുജനുണ്ടല്ലോ, ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്കുക. എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും? വീട്ടിൽ പോവാതിരുന്ന വിശന്ന് ചാവുകയും ചെയ്യും. എന്നായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ കോട്ടപ്പള്ളി. അതെ, തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDPക്ക് അടിത്തറയില്ലെന്ന്. നിങ്ങളോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി
അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചൊതുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. പരിപ്പോടെ എവിടെയോ? ഇന്ന് പരിപ്പോടെ ഉണ്ടാക്കില്ല സാർ. പരിപ്പോടെ ഉണ്ടാക്കിയില്ലേ? പരിപ്പോടെയും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞൂടെ? എടുക്ക പോയി പരിപ്പോടെ ഉണ്ടാക്കി കൊണ്ടുവരാ. പാർട്ടി പറയുന്ന ആദ്യം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അബദ്ധങ്ങളെ പറ്റി ചൂണ്ടിക്കാണിക്കേണ്ടവരാണ്. അതിനല്ലേ നേതാക്കന്മാരുള്ളത്. എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ഉത്തമം നടന്നേ, ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. സാർ വന്നേ. അതായത് എന്താണ്? വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. എന്തിന്? ഞാൻ പെണ്ണ് കെട്ടണത്രേ. പെണ്ണ് കിട്ടാനോ? അയ്യേ, തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഭാര്യയും കുടുംബമൊക്കെ അതിന് തടസ്സാണ്. അച്ഛൻ ഒരേ പിടിപിടിക്കുകയാണ്. കോട്ടപ്പള്ളി, പാർട്ടിക്ക് ഇന്ന് ആവശ്യം കെട്ടുപാടുകളും മറ്റുത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃനിരയാണ്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേ? വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് വരട്ട് തത്വവാദമാണ്. സഹജീവികളെ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക. തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. താൻ വേണേ കല്യാണം കഴിച്ചോളാം. പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം. എന്ത്? നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ. അത് 100% ഞാൻ ഉറപ്പ് തരുന്നു. എന്നാ താങ്ക് യു. യെസ്, പോലീസ് സ്റ്റേഷൻ. അടി നടക്കുന്നു. എവിടെ? ഓ, മരിച്ചെന്നോ? ശരി. ഇസ്മായിൽ, അപ്പാ ജീപ്പ് എടുക്കാൻ പറ. ജംഗ്ഷനിൽ അടി നടക്കുന്നു. ആരോ മരിച്ചെന്ന്. ഇവിടെ വാ. ആര് തമ്മിലാണ് സംഘടന ഉണ്ടായത്? സാർ, ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല. താൻ പാർട്ടിയിൽപ്പെട്ട ആളാണോ എന്നല്ല ഞാൻ ചോദിച്ചത്. സംഭവം നടന്നത് ഇവിടെ അല്ലേ? താൻ ദൃക്സാക്ഷിയല്ലേ? RDPയുടെ കുറെ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടയുടെ മുമ്പിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞു. ഉത്തമൻ എന്ന് പറയുന്ന ഒരു ചോട്ടാ നേതാവും പിന്നെ 1-2 പേരും. എന്നിട്ട് കടയിൽ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവരെന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ വഴങ്ങിയില്ല. അരമണിക്കൂർ മുമ്പ് ഉത്തമൻ 10-15 ആൾക്കാരുമായിട്ട് വീണ്ടും ഇവിടെ വന്നു. അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല. കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിയായിരുന്നു സാറേ. പിന്നെ എന്റെ പക്ഷം ചേരാനെന്ന മട്ടിൽ കുറെ INSPക്കാരും അടുത്തുകൂടി. വഴക്ക് പിന്നെ അവരെന്നിലായി. കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അടി തുടങ്ങിയത്. ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ 2 കൂട്ടർ ഓടിക്കളഞ്ഞു. ഈ മരിച്ചയാൾ ആരാണ്? മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ്. മരിച്ച ചാത്തൂട്ടിയാരെ എനിക്കറിയാം. അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ. എന്റെ അനന്ത, താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ. സാറിന്റെ കൂടെ പിന്നെ ഞാൻ എങ്ങനെയായത്? അയാൾക്ക് പാർട്ടി വേണ്ട. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ? സാർ, അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ? ആരാ? നമ്മുടെ രക്തസാക്ഷി. INSPക്കാർ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും. RDPയുടെ ചുവന്ന കൊടി പുതപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും. INSPക്കാരെ നാട്ടുകാർ വേട്ടയാടും. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. ഓക്കെ സാർ, സംസാരിച്ചിരിക്കാൻ നേരമില്ല. എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം. ആരെങ്കിലും ഒരു ചുവന്ന കൊടി കൊണ്ടുവരൂ. കൊടി വേണമെങ്കിൽ ആഫീസിൽ പോണം. മണ്ണാൻ കെട്ട, തനിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ട് നടന്നാലെന്താ? പെട്ടെന്ന് ഇങ്ങനെ ഒരു രക്തസാക്ഷിയെ കിട്ടി അപ്പൊ നമുക്ക് പൊതിപ്പിച്ചൂടെ? ഓക്കെ, പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ. എന്നാ വാ.
അങ്ങനെ ആ കുഴപ്പത്തിലേക്ക് നീങ്ങാണ് കുഴപ്പോ പിന്നെ സംഘടന വണ്ടി തിരിച്ചു വിടൂ. സംഘടനമല്ല മരിച്ചത് അവരുടെ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു രക്തസാക്ഷി കിട്ടിയാൽ നമുക്കത് വളരെയേറെ ദോഷം ചെയ്യും. ഈ മരിച്ചവൻ ശരിക്കും ഏത് പാർട്ടിയാ? അവൻ മരിച്ചെടുക്കുന്നോട് ചോദിക്കാൻ പറ്റില്ല. എന്ത് തന്നെ ആയാലും ഡെഡ് ബോഡി ആർഡിപിക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മരിച്ച മനുഷ്യൻ INSP-കാരനാണെന്ന് നമ്മൾ പറയുന്നു. KRP കാറിൽ ഒരു കറുപ്പ് പൊടി വാർത്തെ, അതിന് കൊടി വേണ്ടേ? ഒരു കറുത്ത തുണി ആയാലും മതിയോ? കറുത്ത തുണി ഞാൻ പോക്കറ്റിട്ട് എടുക്കുക. KRP ആലോചിക്കാൻ ഇവിടെ സമയമല്ല. പിടി. തൽക്കാലം ഏതായാലും മതി. ഇന്നലെ മേടിച്ചതാ. ഒരു അപകടം എടുത്തില്ല പൈസ എനിക്ക്. KRP ഒന്ന് ഉത്സാഹിക്ക്. എന്റെ പ്രിയ കൂട്ടുകാരൻ ഗോപാലൻകുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. സോറി എന്റെ പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയാരെ അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. INSP-യുടെ വീരനായക ഞങ്ങൾ ഇട്ടിലാറ്റിൽ അങ്ങ് പോയോ? ഇല്ല സാർ, 20 കൊല്ലക്കാലമായി ഞാൻ ചാത്തുക്കുട്ടിയാർ INSP-ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്നുണ്ടു, ഒരു പായൽ കിടന്നു, ഒരു കൊടിക്കീഴിൽ അണിനിരുന്നു. ഇല്ലേ? എന്നോടാ പറഞ്ഞ മാറാൻ. ഞാൻ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാളാണ്. വാളും പരിചയം എനിക്കറിയണ്ട. മാറോ. ആഭ്യന്തര വകുപ്പ് ഞങ്ങൾക്ക് തന്നെയാണ്. അതിന് ഉടനെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം. ഞങ്ങൾ ഡെഡ് ബോഡി തൊട്ടുപോലും. ഓടാ, ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ്. ഇത് നിങ്ങളുടെ ആരുടെ അല്ല, മരിച്ച ആളുടെ ഡെഡ് ബോഡിയാണ്. ഇൻസ്പെക്ടർ, ഇതിലും വേദം ഞങ്ങളെ കൊല്ലാന്നല്ലേ? ഒരു INSP-ക്കാരൻ ചോപ്പ് കൂടി വന്നിച്ച് നോക്കിക്കണം. ഒരു തൊട്ട ശവങ്ങൾ ഇനിയും വീഴും. വീഴട്ടെ, അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ട് കൊന്നുകളയില്ലാത്ത ബോഡി ആംബുലൻസ് കെട്ട്. ഇൻസ്പെക്ടർ, വിലാപയാത്ര ഞങ്ങൾ ഭരണകക്ഷി, അത് മറക്കരുത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി ആരുടെയാണ്. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക. RDP സിന്ദാബാദ്. RDP സിന്ദാബാദ്. RDP സിന്ദാബാദ്. ചലോ ചലോ ഹോസ്പിറ്റൽ. ചലോ ചലോ ഹോസ്പിറ്റൽ.